ഈ ഗാനമേളകളുടെ റാണി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഓർമ്മകൾ ഉണ്ടാവുമല്ലോ ചേച്ചിക്ക്? ഒരുപാട് ഗാനമേളകൾ നമ്മൾ പാടാൻ പോകുമ്പോൾ ഓരോ ഗാനമേള നമുക്ക് ഓരോ അനുഭവങ്ങളായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരെണ്ണം നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവോ? പാറു, ഒരു കാലഘട്ടത്തില് കോട്ടയം ആലീസ് നിറഞ്ഞു നിൽക്കാറുണ്ട്. ഞാനൊക്കെ എത്രയോ ഗാനമേള പോയി കേട്ടിട്ടുണ്ട്, എത്രയോ ഗാനമേള അസാധ്യമായിട്ട് പാടും. അന്നൊക്കെ എന്താ പറയുക, ഉഗ്രമായിട്ട് പാടും. ഇപ്പോഴും അതുപോലെ പാടുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുറേ സന്തോഷം. ഞാൻ പാടുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. അതെ, ഒരു ടെക്നോളജി ഇല്ല, ഒരു ഒന്നുമില്ല. കണ്ണൻ്റെ ഒരു പെട്ടി, ഒരു തബല, ഒരു ഗിറ്റാർ, ലീഡ് ഗിറ്റാർ മാത്രം. പിന്നെ സ്പീക്കറുകളില്ല. ആ സമയത്ത് മൈക്ക് തെങ്ങില് കെട്ടി വെച്ചിരിക്കുന്ന ഹോൾ, കോളാമ്പി മൈക്ക്, കോളാമ്പി. പാടിക്കൊണ്ടിരിക്കും. കോളാമ്പി കാറ്റത്താടുമ്പോ ഞങ്ങൾ ഇങ്ങനെ പോകും, ഇങ്ങനെ പാടി വന്ന. പക്ഷെ ഭയങ്കര പവറാണ് ആ മൈക്കിന്. മെലഡി ഒക്കെ പാടുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്ഷനോടെ മെലഡി പാടാൻ പറ്റും. കാരണം ഈ ഓർക്കസ്ട്ര വലുതായിട്ട് നമ്മുടെ ചെവിയിലോട്ട് ഇല്ലാത്തതുകൊണ്ട് ആ ഹാർമോണിയത്തിൻ്റെ വോയിസ് മാത്രം, ഒരു ഫ്ലൂട്ട്. പിന്നെ അക്കോഡിയൻ വന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ആൻ്റണി ചേട്ടൻ അക്കോഡിയൻ വാങ്ങിച്ചിട്ട്, ആ അക്കോഡിയൻ വന്ന ദിവസം ഞങ്ങൾക്കൊരു ഉത്സവം പോലായിരുന്നു. അങ്ങനെ അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റും കൂടി വന്നിട്ടാണ് ഇന്ന് ഈ 30,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റത്തിലൊക്കെ പാടുമ്പോൾ അന്നത്തെ ആ സുഖമൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല. ഇതൊക്കെ ഞാൻ കുറേ ഗാനമേളകൾ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് രാജമാമൻ്റെ ഒക്കെ കൂടെ വന്നിട്ട്. അതെ, കുറെ ആണോ? കുറെ കേട്ടു. അന്ന് സ്റ്റേജിൽ കിട്ടുന്ന പൈസ വെച്ച് സാധനം വാങ്ങിക്കാൻ കടയിൽ പോകാൻ സമയമില്ല. എന്ന് വെച്ചാൽ ഉറക്കെണീക്കുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണമല്ലോ. ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സമയത്ത്. ഈ 4-5 ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വിളിച്ചിട്ടുള്ള ആർട്ടിസ്റ്റ്, പക്ഷെ എല്ലാവരും നല്ലോണം പ്ലേ ചെയ്യുന്നവരായിരിക്കും. മാനുവൽ പ്ലേയിങ് അല്ലേ, അവിടെ ഓഡിയൻസ് ആരും ഇവർ കറക്റ്റാണോ വായിക്കുന്നതെന്ന് നോക്കാൻ വന്നിരിക്കുമല്ലോ. അവർക്ക് 10 പാട്ട് കേൾക്കണം, പോകണം. അപ്പം അതുകൊണ്ട് ആ പാട്ടുകളൊക്കെ അന്ന് ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നതൊക്കെ ഒരു റിഹേഴ്സൽ പോലെയായിരുന്നു. ഇപ്പം എനിക്കാ തോന്നുന്നത് ആ പാട്ടുകൾ എങ്ങനെ പാടി പിന്നീടാണ് നല്ലൊരു ഓർക്കസ്ട്രേഷന്റെ ഒരു ലെവലൊക്കെ വന്നപ്പോഴാണ് ആ പാട്ടുകളുടെയൊക്കെ ജീവൻ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് പാട്ടുകാരൻ എൻ്റെ കൂടെ പാടിയിരുന്നു. പിന്നെ മാർക്കോസ് എൻ്റെ കൂടെ അന്ന് പ്രോഗ്രാമിന് പാടിയിരുന്നു, വളരെ ചെറിയ പ്രായത്തിൽ. പിന്നെ ബഷീർക്കാരുടെ തുടക്കകാലം തൊട്ട് ഞാനുണ്ട്. കേരളത്തിൽ ഞാൻ കൂടെ പാടാത്ത പാട്ടുകാർ വളരെ ചുരുക്കം.